ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 53-ാമത്തെ സൂറത്തും 27-ാം ജുസയിൽ ഉൾപ്പെട്ട ഒരു സൂറത്തുമായ സൂറ അൻ നജ്മാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അൻ നജ്മ് എന്നാൽ നക്ഷത്രം എന്നാണ് അർത്ഥം. ആദ്യ ആയത്തിൽ തന്നെ ഈ പദം വന്നിട്ടുണ്ട്. ഈ സൂറത്തിൻ്റെ ഉള്ളടക്കം എന്ന നിലയിലല്ല, മറിച്ച് ഒരു അടയാളം എന്ന നിലയിലാണ് ഈ പേര് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഖുർആനിൽ ചില സൂറത്തുകൾക്ക് പേര് കിട്ടിയിട്ടുള്ളത് ആ സൂറത്തിലെ വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റു ചില സൂറത്തുകൾക്ക് പേര് കിട്ടിയിട്ടുള്ളത് ഒരു അടയാളം എന്ന നിലക്കുമാണ്. ആകെ 62 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 62 ആയത്തുകൾ മാത്രമുള്ള ഒരേ ഒരു സൂറത്ത് ഈ സൂറത്താണ്. ആകെയുള്ള 62 ആയത്തുകളിൽ ആദ്യ 56 ആയത്തുകളും അവസാനിക്കുന്നത് ആ എന്ന ദൈർഘ്യത്തിലാണ്. ഈ സൂറത്തിൽ 3 റുക്കൂഴുകളാണുള്ളത്, അതായത് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഖണ്ഡികകൾ എന്ന് പറയാം. എന്താണ് റുക്കൂഴുകൾ? നമുക്കറിയാം, മുൻകാല പണ്ഡിതന്മാർ നിസ്കാരങ്ങളിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അവർ ഏതെങ്കിലും ഒരു വിഷയം പൂർത്തിയായതിനു ശേഷമാണ് റുക്കൂയിലേക്ക് പോവുക. അത്തരം സ്ഥലങ്ങളെയാണ് റുക്കൂ എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നത്. ഖുർആനിൽ പഴയ മുസഹഫുകളിലൊക്കെ ഐൻ എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങൾ സൂചിപ്പിക്കാറുള്ളത്. പുതിയ മുസഹഫുകളിൽ ഈ അടയാളം പൊതുവെ കൊടുക്കാറില്ല. 1-ാമത്തെ ആയത്ത് മുതൽ 25-ാമത്തെ ആയത്ത് വരെയാണ് 1-ാമത്തെ റുക്കൂഴ്. 26 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് 2-ാമത്തെ റുക്കൂഴ്. 33 മുതൽ 62-ാമത്തെ ആയത്ത് വരെയാണ് 3-ാമത്തെ റുക്കൂഴ്. ഈ സൂറത്ത് മക്കിയ ആണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത്, ഹിജറ പോകുന്നതിന് മുമ്പ് ഉള്ള ആ ഒരു കാലത്ത് അവതരിച്ച സൂറത്താണ്. എന്നാൽ 32-ാമത്തെ ആയത്തിനെക്കുറിച്ച് അത് മദനീയ ആണ് എന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം കിട്ടിയ ശേഷം 5 വർഷം കഴിഞ്ഞുള്ള ഒരു റമദാനിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നാണ് കണക്കാക്കപ്പെട്ടുള്ളത്. സുജൂദ് തിലാവ, അതായത് പാരായണത്തിൻ്റെ സുജൂദ് വരുന്ന ആദ്യ സൂറത്ത് ഈ സൂറത്താണ്. സൂറത്തുൽ അലക്കിൻ്റെ അവസാനത്തിൽ ഇത്തരം ഒരു സുജൂദിൻ്റെ ആയത്തുണ്ടെങ്കിലും ആ ഭാഗം, ആ ഒരു സൂറത്തുൽ അലക്കിൻ്റെ ആദ്യ ഭാഗം ഒഴിച്ചുള്ള മറ്റുള്ള ഭാഗം അത് സൂറത്തുൽ നജ്മൊക്കെ അവതരിച്ചതിന് ശേഷമാണെന്നാണ് മനസ്സിലാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുറൈശി ബഹുജന സദസ്സിന് മുമ്പിൽ ആദ്യമായി പരസ്യമായി പാരായണം ചെയ്ത സൂറത്ത് ഈ സൂറത്താണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ വന്നു. അവിടെ സത്യവിശ്വാസികളും അവിശ്വാസികളൊക്കെ ഉണ്ട്. ആ സമയത്ത് പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ആ വലിയ സംഘത്തോട് പ്രഭാഷണം നടത്താൻ എഴുന്നേറ്റ് നിന്നു. പക്ഷേ ഈ സൂറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത്. സാധാരണ ഖുർആൻ കേൾക്കുന്ന സമയത്ത് എതിർക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യാറുള്ള ആ ഒരു ഖുറൈശികൾ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെ ഈ ഒരു പാരായണം കേട്ടിരുന്നു പോയി. മാത്രമല്ല, അവസാനത്തിൽ സുജൂദ് ചെയ്യാനുള്ള ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും സുജൂദ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികളും അറിയാതെ സുജൂദ് ചെയ്തു. ഉമയ്യത്ത് ബിനു ഖലഫ് സുജൂദ് ചെയ്തില്ല. പകരം ഒരു പിടി മണ്ണെടുത്ത് നെറ്റിയിൽ തൊടുവിച്ച് എനിക്കിത്ര മതി എന്ന് പറയുകയാണ് ഉണ്ടായത്. അയാൾ പിന്നീട് അവിശ്വാസിയായ നിലയിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് എന്ന് കാണാൻ സാധിക്കും. അക്കാലത്ത് മുസ്ലിമായിട്ടില്ലാതിരുന്ന പിന്നീട് മുസ്ലിമായ മുത്തലിബ് ബിനു അബി വദാ അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് എല്ലാവരും സുജൂദ് ചെയ്തപ്പോൾ ഞാൻ ചെയ്തില്ല. അതിന് പരിഹാരമായി ഞാനിപ്പോൾ ഈ സൂറ ഓതുമ്പോൾ ഒരിക്കലും സുജൂദ് ഉപേക്ഷിക്കാറില്ല. അപ്പോൾ ഈ 2 പേരുമാണ് സുജൂദ് ചെയ്യാതിരുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഈ ഒരു സംഭവം നടന്ന അതേ വർഷം, ഈ സംഭവത്തിന് മുമ്പ് റജബ് മാസത്തിൽ സ്വഹാബത്തിൻ്റെ ഒരു ചെറിയ സംഘം അബ്സീനിയയിലേക്ക് പലായനം ചെയ്തിരുന്നു, ഹിജറ പോയിരുന്നു. എന്നാൽ അവിശ്വാസികളെല്ലാം മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന രീതിയിലാണ് അബിസീനിയയിൽ ഈ ഒരു സംഭവത്തെ, ഈ ഒരു വാർത്ത എത്തിയത്. അത് കേട്ട അവരിൽ ഒരു വിഭാഗം അതേ വർഷം ഷവ്വാലിൽ മക്കയിലേക്ക് തന്നെ മടങ്ങി വന്നു. എന്നാൽ മക്കയിലെത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ കേട്ടത് തെറ്റായ വാർത്തയായിരുന്നു. മക്കയിലെ അവിശ്വാസികളുടെ എതിർപ്പുകൾ പഴയ പോലെ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ അവർ മനസ്സിലാക്കി. അങ്ങനെ രണ്ടാമതും അബ്സീനിയയിലേക്ക് അവർ പലായനം നടന്നു. അതിൽ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. മറ്റുള്ളവരോട് ഖുർആൻ കേൾക്കാൻ പാടില്ലെന്ന് വിലക്കിയ ആളുകൾ ഇപ്പോൾ അത് ചെവി കൂർപ്പിച്ച് കേൾക്കുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുജൂദിൽ വീഴുകയും ചെയ്തിരിക്കുന്നുവെന്ന് മറ്റുള്ള ആളുകളൊക്കെ അറിഞ്ഞപ്പോൾ ആ ആളുകൾ, അതായത് അവിടെയുള്ള അവിശ്വാസികൾ, ഈ സുജൂദ് ചെയ്ത അവിശ്വാസികളെ,
ആ മക്കയിൽ ഹറമിലുണ്ടായിരുന്ന ആ വിശ്വാസികളെ അധിക്ഷേപിക്കാൻ തുടങ്ങി. അതായത് നിങ്ങൾ ഞങ്ങളോടൊക്കെ പറയും അത് കേൾക്കാൻ പാടില്ല, ആ ഒരു ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ നിങ്ങൾ ബഹളം വെക്കണം, അങ്ങനെയൊക്കെ ആ തരത്തിൽ ഞങ്ങളോട് പറയുന്ന നിങ്ങൾ അത് കേട്ടപ്പോൾ നിങ്ങൾ സുജൂദ് ചെയ്തല്ലോ എന്ന രൂപത്തിൽ അവരെ അധിക്ഷേപിക്കാൻ തുടങ്ങി. ഒടുവിൽ അവർ ചെയ്ത സുജൂദിനെ ന്യായീകരിക്കാൻ അവരൊരു കഥയുണ്ടാക്കി പ്രചരിപ്പിച്ചു. അതായത് ആ സുജൂദ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അതിൽ ഖുറൈശി പ്രമാണിമാരൊക്കെ ഉണ്ട്. അവർ എന്തുകൊണ്ടാണ് ആ സുജൂദ് ചെയ്തത് എന്ന് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവരൊരു കഥയുണ്ടാക്കി. അതിങ്ങനെയായിരുന്നു. അതായത് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും നിങ്ങൾ കണ്ടുവോ എന്ന ഒരു ഖുർആൻ വചനങ്ങൾക്ക് ശേഷം അവർ അത്യുന്നത ദേവതകളാകുന്നു, അവരുടെ ശുപാർശ തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാകുന്നു എന്നുകൂടി മുഹമ്മദ് ഓതുന്നതായി ഞങ്ങൾ കേട്ടു എന്നാണ് പറഞ്ഞു. ശരിക്കും അങ്ങനെ ഒരു സംഗതി അതിനകത്തില്ല. അപ്പോൾ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും നിങ്ങൾ കണ്ടുവോ എന്ന ആ ഒരു വചനത്തിന് ശേഷം പിന്നെ അവർ കൂട്ടിച്ചേർത്ത് പറയാണ്, അത് പാരായണം ചെയ്തതിന് ശേഷം അവരൊക്കെ അത്യുന്നത ദേവതകളാകുന്നു എന്ന് മാത്രമല്ല അവരുടെ ശുപാർശ തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാകുന്നു എന്നുകൂടി മുഹമ്മദ് ഓതുന്നതായി ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് മുഹമ്മദ് ഞങ്ങളുടെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നതായി ഞങ്ങൾ മനസ്സിലാക്കി, അതിനാലാണ് ഞങ്ങൾ സുജൂദ് ചെയ്തത് എന്ന് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു. എന്നാൽ അത് അവർ ചെയ്തതിനെ ന്യായീകരിക്കാൻ അവർ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കളവ് മാത്രമായിരുന്നു. ഈ സൂറത്തിൻ്റെ ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ മക്കയിലെ അവിശ്വാസികൾ ഖുർആനിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും എതിരെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വലിയ തെറ്റാണെന്ന് ഈ സൂറത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ ഏകത്വവും അവനെ മാത്രം ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ സൂറത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഈ സൂറത്തിൻ്റെ തുടക്കം സത്യം ചെയ്യുന്ന വാവ് കൊണ്ടാണ്. സത്യം ചെയ്യുന്ന വാവ് കൊണ്ട് തുടങ്ങുന്ന 14 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലാകെയുള്ളത്. നമുക്ക് ഇന്ന് ഈ സൂറത്തിൻ്റെ ആദ്യ 4 ആയത്തുകൾ പഠിക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى വന്നജ്മി തുടക്കം തന്നെ സത്യം ചെയ്യുന്ന വാവ് കൊണ്ടാണ്. എങ്ങനെയാണത് സത്യം ചെയ്യുന്ന വാവാണ് എന്ന് മനസ്സിലാക്കുക. വാവ് തുടക്കത്തിലുണ്ട്, അതിനുശേഷം വരുന്ന ഇസ്മ് നജ്മ് എന്നാണ്. ആ നജ്മ് എന്നുള്ള ഇസ്മിൻ്റെ അവസാനത്തിൽ ജെറ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ കസറുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ വാവ് സത്യം ചെയ്യുന്ന വാവാണ്. അപ്പോൾ വൻ നജ്മി, നജ്മ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം, വൻ നജ്മി നക്ഷത്രം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ നക്ഷത്രം സാക്ഷിയാണ്. വൻ നജ്മി നക്ഷത്രം സാക്ഷിയാണ്, അല്ലെങ്കിൽ നക്ഷത്രം തന്നെയാണ് സത്യം. ഇതാ ഹവാ, ഹവാ എന്ന് പറഞ്ഞാൽ താഴ്ന്നു വന്നു, അസ്തമിച്ചു എന്നൊക്കെയാണ്. അതിന് നേരെ വിപരീത അർത്ഥമുണ്ട് കേട്ടോ, ഉയർന്നു വന്നു എന്നൊരർത്ഥം അതിനുണ്ട്. അപ്പോൾ ഇതാ എന്ന് ചേർക്കുമ്പോൾ അങ്ങനെ ആയാൽ, ഇതാ ജാ വന്നാൽ, ഇതാ ജാ നസ്റുല്ലാഹിക്ക് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഇതാ ഹവാ അസ്തമിക്കുമ്പോൾ, അസ്തമിക്കുകയായാൽ, അല്ലെങ്കിൽ താഴ്ന്നു വന്നാൽ, താഴ്ന്നു വരുമ്പോൾ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വൻ നജ്മി ഇതാ ഹവാ, നക്ഷത്രം തന്നെയാണ് സത്യം, അത് അസ്തമിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് താഴ്ന്നു വരുമ്പോൾ. അടുത്തായത്ത് മാ ദ്വല്ല സ്വാഹിബുക്കും വമാ ഹവ. മാ ദ്വല്ല, ദ്വല്ല എന്ന് പറഞ്ഞാൽ വഴി പിഴച്ചു എന്നാണ്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ വലദ്വാലീൻ എന്ന് പഠിച്ച സമയത്ത് ആ ദ്വല്ല എന്നുള്ള പദം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ മാ എന്ന് ചേർക്കുമ്പോൾ അങ്ങനെ ഇല്ല എന്നർത്ഥം കിട്ടും. അപ്പോൾ മാ ദ്വല്ല, വഴി പിഴച്ചിട്ടില്ല. ആര്? സ്വാഹിബുക്കും. സ്വാഹിബ് എന്ന് പറഞ്ഞാൽ ആൾ, സുഹൃത്ത്, കൂട്ടുകാരൻ, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. സ്വാഹിബുക്കും, കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ. അപ്പോൾ സ്വാഹിബുക്കും നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ ചങ്ങാതി, നിങ്ങളുടെ കൂട്ടുകാരൻ. വമാ ഗവ, വാവ് അത്തിഫിൻ്റെ വാവാണ് ചേർക്കാൻ വേണ്ടിയിട്ട്, എന്നർത്ഥത്തിൽ. മാ ഗവ, ഗവ എന്ന് പറഞ്ഞാൽ അബദ്ധം പിണഞ്ഞു, അല്ലെങ്കിൽ തെറ്റുപറ്റി, ദുർമാർഗത്തിലായി എന്നൊക്കെയാണ്. അതിന് മുമ്പിൽ മാ ചേർക്കുമ്പോൾ അങ്ങനെ ആയിട്ടില്ല എന്നർത്ഥം കിട്ടും. മാ ഗവ, അബദ്ധം പിണഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ദുർമാർഗിയായിട്ടില്ല, അല്ലെങ്കിൽ തെറ്റ് പറ്റിയിട്ടില്ല. അതിൻ്റെ മുമ്പിൽ വാവും കൂടെ ചേർത്ത് പറയുമ്പോഴോ അതും എന്നർത്ഥം കിട്ടും. വമാ ഗവ, അബദ്ധം പിണഞ്ഞിട്ടുമില്ല, ദുർമാർഗിയായിട്ടുമില്ല, അല്ലെങ്കിൽ തെറ്റ് പറ്റിയിട്ടുമില്ല. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം മാ ദ്വല്ല സ്വാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ സുഹൃത്ത് വഴിപിഴച്ചിട്ടില്ല, അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടുമില്ല. അടുത്തായത്ത് വമാ യന്തിഖു അനിൽ ഹവ. വമാ യന്തിഖു, അവിടെ വാവ് അത്തിഫിൻ്റെ വാവാണ്, തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എന്നർത്ഥമാണ് അവിടെയും കൊടുക്കുക. മാ യന്തിഖു, നത്തഖ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു എന്നാണ്.
അത് മാളിയായ പദം. മാളിയായ പദം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് മാളിയായ പദം എന്ന് പറയാം. ഭൂതകാല ക്രിയ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് എന്നൊക്കെ പറയും. അപ്പോൾ നത്തൊക്ക സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാലത്താണല്ലോ. യന്തിഖു എന്ന് പറയുമ്പോൾ അത് മുദാരിയാണ്. മുദാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. അപ്പോൾ അർത്ഥം പറയുമ്പോൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കും, രണ്ടർത്ഥവും കൊടുക്കാം. അതിനു മുമ്പിൽ മാ ചേർക്കുമ്പോഴോ മാ യന്തിഖു സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുകയില്ല. അതിനു മുമ്പിലുള്ള വാവും കൂടെ ചേർത്ത് പറയുമ്പോൾ വമാ യന്തിഖു സംസാരിക്കുന്നുമില്ല അല്ലെങ്കിൽ സംസാരിക്കുകയും ഇല്ല. ആ ഒരു എന്നർത്ഥം കിട്ടും വാവ് ചേർത്ത് പറയുമ്പോൾ. അനിൽ ഹവാ, അൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. അതിനെക്കുറിച്ച്, അതിനെ സംബന്ധിച്ച്, അതിൽ, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും സന്ദർഭത്തിനനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കും. ഹവ എന്ന് പറഞ്ഞാൽ ഇച്ഛ, അതായത് ആഗ്രഹം. ഒരാൾക്കുണ്ടാവുന്ന ആ ഒരു സ്വന്തം ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, ഇച്ഛകൾ, അതിനെയാണ് ഹവ എന്ന് പറയാം. അപ്പോൾ അനിൽ ഹവ എന്ന് പറയുമ്പോൾ ഇച്ഛയാൽ എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ എന്നർത്ഥം. അയാൾക്ക് തോന്നിയ പോലെ, അയാളുടെ മനസ്സിൽ തോന്നിയതുപോലെ എന്നർത്ഥത്തിനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അനിൽ ഹവ എന്ന് പറയാം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വമാ യന്തിഖു അനിൽ ഹവ, അദ്ദേഹത്തിന് തോന്നിയ പോലെ സംസാരിക്കുകയും ഇല്ല. അദ്ദേഹത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അദ്ദേഹം സംസാരിക്കുന്നുമില്ല. അടുത്തായത് ഇൻ ഹുവ ഇല്ല വഹ്യു യൂഹ. ഇൻ ഹുവ, ഇൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഇല്ല അല്ലെങ്കിൽ അല്ല എന്നൊക്കെയുള്ള അർത്ഥം. ഹുവ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത്. ഇൻ ഹുവ ഇതല്ല അല്ലെങ്കിൽ അതല്ല. ഇല്ല വഹ്യുൻ, ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ. വഹ്യുൻ, വഹ്യ് ദിവ്യബോധനം, ദിവ്യ സന്ദേശം, ദൈവികമായ സന്ദേശത്തിനാണ് വഹ്യ് എന്ന് പറയാം. അപ്പോൾ ദിവ്യ സന്ദേശം എന്ന് പറയാം. ഇല്ല വഹ്യുൻ, വഹ്യ് അല്ലാതെ, ദിവ്യ സന്ദേശമല്ലാതെ, ദിവ്യബോധനമല്ലാതെ. യൂഹ, ഔഹ എന്ന് പറഞ്ഞാൽ ബോധനം നൽകി അല്ലെങ്കിൽ വഹ്യ് നൽകി. യൂഹി ബോധനം നൽകും, ബോധനം നൽകുന്നു. അതിൻ്റെ മജ്ഹൂൽ രൂപമാക്കുമ്പോൾ യൂഹ എന്നാവും. ബോധനം നൽകപ്പെടും, ബോധനം നൽകപ്പെടുന്നു. അപ്പോൾ ഇവിടെ വഹ്യുൻ യൂഹ എന്ന് പറയുമ്പോൾ ആ വഹ്യിനെ വിശേഷിപ്പിക്കുകയാണ്. വഹ്യുൻ യൂഹ, ബോധനം നൽകപ്പെടുന്ന വഹ്യ്, ബോധനം നൽകപ്പെടുന്ന ദിവ്യ സന്ദേശം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇൻ ഹുവ ഇല്ല വഹ്യുൻ യൂഹ, ഇത് അദ്ദേഹത്തിന് ബോധനം നൽകപ്പെടുന്ന ദിവ്യ സന്ദേശമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു തുടങ്ങുന്നത്. വൻ നജ്മി, നക്ഷത്രം തന്നെയാണ് സത്യം. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ നക്ഷത്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്, പൊതുവേ അറബികൾ അൻ നജ്മ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായ നക്ഷത്രക്കൂട്ടങ്ങളെയാണ് ഉദ്ദേശിച്ചിരുന്നത്. സുരയ്യ നക്ഷത്രം അല്ലെങ്കിൽ സുരയ്യ നക്ഷത്രം എന്നൊക്കെ അറബി സാഹിത്യങ്ങളിൽ കാണുന്ന ഒരു നക്ഷത്രക്കൂട്ടുണ്ട്. ഇംഗ്ലീഷിൽ പ്ലിയാഡ്സ് എന്ന് പറയും, മലയാളത്തിൽ ഇതിന് കാർത്തിക നക്ഷത്രം എന്നൊക്കെ പറയും. അതേപോലെ തന്നെ 7 സിസ്റ്റേഴ്സ്, 7 സഹോദരിമാർ എന്നൊക്കെ ആ നക്ഷത്രക്കൂട്ടങ്ങളെ പറയാറുണ്ട്. അപ്പോൾ ആ നക്ഷത്രക്കൂട്ടങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം സഹ്റ അല്ലെങ്കിൽ സുഹ്റ എന്നൊക്കെ പറയാറുള്ള ഒരു തിളങ്ങുന്ന ഒരു ഗ്രഹമുണ്ട്. അത് നക്ഷത്രമല്ല, ശരിക്കും ഗ്രഹമാണ്. വീനസ് അല്ലെങ്കിൽ ശുക്രൻ എന്ന് നമ്മൾ പറയാറുള്ള ആ ഗ്രഹം, ഏറ്റവും നല്ല തിളക്കമുള്ള, ഭൂമിയിൽ നോക്കുമ്പോൾ നല്ല തിളങ്ങിക്കാണുന്ന നക്ഷത്രം പോലെയൊക്കെ തോന്നിക്കുന്ന ഒന്നാണ്. അത് നക്ഷത്രമല്ല, ഗ്രഹമാണ്. അപ്പോൾ അതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ് മറ്റൊരു അഭിപ്രായം. മൂന്നാമതൊരു അഭിപ്രായം, ഇത് നക്ഷത്രങ്ങളെ മൊത്തത്തിൽ പറഞ്ഞതാണ്. അതായത് നക്ഷത്രങ്ങളുടെ ഒരു വർഗ്ഗനാമം, നക്ഷത്രങ്ങൾ എന്നർത്ഥത്തിൽ അല്ലെങ്കിൽ നക്ഷത്രം എന്നർത്ഥത്തിൽ ആ ഒരു വർഗ്ഗനാമമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഏത് നക്ഷത്രവും പെടാം. അതാണ് മറ്റൊരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം, ഇത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിച്ചത്. നജ്മ്, നക്ഷത്രം എന്നുള്ളത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിച്ചത്. മറ്റൊന്ന്, ഇത് ഖുർആനിനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 5 വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ശരി, അപ്പോൾ ഈ ഒരു അഭിപ്രായങ്ങളിൽ ആ നക്ഷത്രങ്ങളുടെ വർഗ്ഗനാമം എന്നുള്ള അഭിപ്രായത്തിനാണ് കുറച്ചും കൂടെ ഒരു മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് ഖുർആൻ വ്യാഖ്യാതാക്കൾ. അപ്പോൾ ശരി, വൻ നജ്മി, നക്ഷത്രം തന്നെയാണ് സത്യം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നക്ഷത്രത്തെ വെച്ചുകൊണ്ട് സത്യം ചെയ്യുന്നു. ഖുർആനിലെ പല ആയത്തുകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പല സൂറത്തുകളും എടുത്തു നോക്കുകയാണെങ്കിൽ, അള്ളാഹു പലതിനെയും വെച്ച് സത്യം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെറിയ സൂറത്തുകളിലേ പഠിച്ചിട്ടുണ്ട്. വശംസി, വത്തീനി, വൽ ഫജിരി, വൽദുഹ, അവിടെയൊക്കെ അള്ളാഹു പലതിനെയും വെച്ച് സത്യം ചെയ്തിട്ടുണ്ട് അല്ലേ. സൂര്യനാണ് സത്യം, ചന്ദ്രനാണ് സത്യം, വൽ ഫജ്രി പ്രഭാതം തന്നെയാണ് സത്യം, വത്തീനി അത്തിമരം തന്നെയാണ് സത്യം, അങ്ങനെയൊക്കെ സത്യം ചെയ്യുന്നുണ്ട്.
അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എല്ലാം. അതുകൊണ്ട് അള്ളാഹുവിനെ ഏതിനെ വെച്ചും സത്യം ചെയ്യാം. അങ്ങനെ സത്യം ചെയ്യുമ്പോൾ ഒന്നുകിൽ ആ ഒരു സത്യം ചെയ്യാൻ ഉപയോഗിച്ച പദത്തിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് അതിൻ്റെ സ്വഭാവ ഗുണത്തിൽ നിന്ന് പഠിക്കാനുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വളരെയധികം വ്യക്തമായ ചില കാര്യങ്ങളായതുകൊണ്ട് അതുപോലെ വ്യക്തമാണ് ഇനി പറയുന്നത് എന്ന് പറയാനൊക്കെ സത്യം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഏതായാലും അള്ളാഹുവിനെ ഏതിനെ വെച്ച് വേണമെങ്കിലും സത്യം ചെയ്യാം. പക്ഷേ മനുഷ്യർക്ക് അള്ളാഹുവിനെ വെച്ച് മാത്രമേ സത്യം ചെയ്യാവൂ. അള്ളാഹുവാണ് സത്യം, അല്ലെങ്കിൽ വല്ലാഹി എന്ന് പറയാം. അതല്ലാതെ എൻ്റെ ഉമ്മയാണ് സത്യം, എൻ്റെ ഉപ്പയാണ് സത്യം, എൻ്റെ മക്കളാണ് സത്യം, ആ തരത്തിലൊന്നും. ചില ആൾക്കാരൊക്കെ ഞാൻ ഇരിക്കുന്ന ഈ ഒരു ബെഞ്ചാണ് സത്യം, ഈ കസേരയാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സത്യം ചെയ്യാറുണ്ട്. അതൊന്നും ഇസ്ലാമികമല്ല, അതൊക്കെ തെറ്റാണ്, ഒഴിവാക്കേണ്ടതാണ്. അള്ളാഹുവിനെ വെച്ച് മാത്രമേ സത്യം ചെയ്യാവൂ. മാത്രവുമല്ല, ആ സത്യം ചെയ്യൽ തന്നെ എങ്ങനെയായിരിക്കണം? ആ സത്യം ചെയ്യൽ തന്നെ വളരെ അത്രയും പ്രധാനപ്പെട്ട ഗൗരവമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അങ്ങനെയൊക്കെ സത്യം ചെയ്യാനും പാടുള്ളൂ. എല്ലാ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കും കയറിയിട്ട് അള്ളാഹുവിനെ വെച്ച് സത്യം ചെയ്യുക, അല്ലെങ്കിൽ സത്യം ചെയ്തുകൊണ്ട് പറയരുത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മളിൽ ഒരു വിശ്വാസമില്ലാത്ത പോലെയല്ലേ തോന്നുക. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞത് മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ ഒന്ന് സത്യം ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലേക്കല്ലേ വരിക. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള, അത്രയും ഒരു അത്യാവശ്യം വന്നാൽ മാത്രമാണ് ഈ ഒരു സത്യം ചെയ്യലൊക്കെ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. ശരി, ഇവിടെ വൻ നജ്മി, നക്ഷത്രം തന്നെയാണ് സത്യം. ഇദാ ഹവ, അത് അസ്തമിക്കുമ്പോൾ, അത് താഴ്ന്നു വരുമ്പോൾ. താഴ്ന്നു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെളിച്ചം മങ്ങിപ്പോവുക, അല്ലെങ്കിൽ അത് അസ്തമിക്കുക. എപ്പോഴാണ് നക്ഷത്രം അസ്തമിക്കുന്നത്? നക്ഷത്രം അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ അത് മനുഷ്യൻ ഇവിടെ നോക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്നൊരു കാര്യമാണ്. നക്ഷത്രം അസ്തമിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നക്ഷത്രം അസ്തമിക്കുന്നില്ലല്ലോ, സൂര്യൻ അസ്തമിക്കുന്നില്ല, അല്ലേ? സൂര്യൻ അസ്തമിക്കുന്നുമില്ല, ഉദിക്കുന്നുമില്ല. പക്ഷേ ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതേസമയത്ത് മറ്റ് ഒരു ഭാഗത്തുള്ളവർക്ക് അത് അസ്തമിക്കുന്നതായിട്ടാണ് ആ സമയത്ത് അനുഭവപ്പെടുക. അപ്പോൾ അസ്തമയം ഉദയം എന്നുള്ളതൊക്കെ ശരിക്ക് ആപേക്ഷികമാണ്, നമുക്ക് അനുഭവപ്പെടുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ നക്ഷത്രക്കൂട്ടങ്ങൾ അസ്തമിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നക്ഷത്രക്കൂട്ടങ്ങളുടെ ആ ഒരു വെളിച്ചം മങ്ങുക? എപ്പോഴാണ് അവ അസ്തമിക്കുക? അത് സൂര്യൻ പ്രത്യക്ഷപ്പെടുമ്പോഴാണ്, സൂര്യൻ്റെ പ്രകാശം വരുമ്പോഴാണ്, അല്ലേ? അപ്പോൾ ഇവിടെ അള്ളാഹു ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായൊരു ഉദാഹരണം, അല്ലെങ്കിൽ മനോഹരമായൊരു സത്യം ചെയ്യലാണ് കൊടുത്തിട്ടുള്ളത്. നക്ഷത്രക്കൂട്ടങ്ങൾ അവയുടെ ആ ഒരു അസ്തമയം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവയുടെ ശോഭ മങ്ങുമ്പോൾ, അവ അവരുടെ ആ ഒരു വെളിച്ചം ഇല്ലാതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അതിതീവ്രമായ പ്രകാശം കടന്നു വരുമ്പോൾ. അപ്പോൾ എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു എന്താണ് ആ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്? മാ ദൊല്ല സ്വാഹിബുക്കും വമാ ഹവ, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ആൾ, നിങ്ങളുടെ സുഹൃത്ത് വഴി പിഴച്ചിട്ടില്ല, അദ്ദേഹം ദുർമാർഗിയായിട്ടുമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അബദ്ധം പണഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടില്ല. ഇതാണ് സ്ഥാപിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വരവിനെ എത്ര മനോഹരമായിട്ടാണ് ഇവിടെ എടുത്തു കാണിച്ചിട്ടുള്ളത്. നക്ഷത്രങ്ങൾ അസ്തമിക്കുക എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ ഉള്ള സമയത്ത് എന്താ സംഭവിക്കാമെന്ന് നോക്കണല്ലോ നമുക്ക്. നക്ഷത്രങ്ങളൊക്കെ ഉള്ള സമയത്ത്, രാത്രിയിൽ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് പല സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല തെറ്റിദ്ധാരണകളും നമുക്കുണ്ടാവാം. ഇരുട്ടിൽ ചില മരങ്ങളൊക്കെ നോക്കിയാൽ അതൊക്കെ ഒരു രൂപമായിട്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ജീവിയൊക്കെ ആയിട്ട് ചിലപ്പോൾ തോന്നിയെന്ന് വരും. ഒരു കയറ് നിലത്ത് കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ അതൊരു പാമ്പായിട്ടൊക്കെ തോന്നാം. ഒരു മണലിൽ ഒരു പാറയൊക്കെ ഇങ്ങനെ പൊങ്ങിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അതൊരു ജീവിയാണെന്നൊക്കെ തോന്നിയേക്കാം. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് രാത്രിയിൽ യാഥാർത്ഥ്യമല്ലാത്ത, അല്ലെങ്കിൽ അവ്യക്തമായ പല സംഗതികളുമാണ് മനസ്സിലുണ്ടാവുക നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ. അതേസമയം ആ നക്ഷത്രം അങ്ങോട്ട് നീങ്ങിപ്പോയി പകരം സൂര്യൻ്റെ തീവ്രമായ പ്രകാശനം വന്നാലോ യാഥാർത്ഥ്യം ബോധ്യപ്പെടും. എന്താണ് ശരിക്കും അത്? ശരിക്കും അതൊരു മരമാണ്, അല്ലെങ്കിൽ ശരിക്കും അതൊരു കയറാണ്, ശരിക്കും അതൊരു പാറക്കല്ലാണ്. കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും സൂര്യൻ്റെ ആ തീവ്രമായ പ്രകാശങ്ങൾ വരുമ്പോൾ. അപ്പോൾ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു യാഥാർത്ഥ്യം കൊണ്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആനാകുന്ന ആ ഒരു പ്രകാശത്തിൻ്റെ തീവ്രതയിൽ യാഥാർത്ഥ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാകും. അതുവരെ, അദ്ദേഹം വരുന്നത് വരെ നിങ്ങളുണ്ടായിരുന്നത് ഒരു ഇരുണ്ട യുഗത്തിലായിരുന്നു. വ്യക്തമല്ലാത്ത പല കാര്യങ്ങളുമാണ് നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്. നിങ്ങൾ പലതിനെയും കുറിച്ച് തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം തീവ്രമായൊരു വെളിച്ചം കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടില്ല, അദ്ദേഹം വഴിപിഴച്ചിട്ടുമില്ല. കാരണം അള്ളാഹു ആണ് അദ്ദേഹത്തെ അയച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റുപറ്റൂല.
അദ്ദേഹത്തിന് യാതൊരു തരത്തിലും യാതൊരു വഴിയും പിഴക്കൂല. ഇനി അത് എങ്ങനെയാണ്? മുഹമ്മദ് നബിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ അയച്ച പ്രവാചകന് തെറ്റ് പറ്റിയിട്ടില്ല എന്നൊന്നുമല്ല പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടുകാരന്, നിങ്ങളുടെ സുഹൃത്തിന്, നിങ്ങളുടെ ആൾക്ക്, സ്വാഹിബ് എന്ന് പറഞ്ഞാൽ ആൾ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആളുണ്ടല്ലോ, നിങ്ങളുടെ സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വഴിപിഴച്ചിട്ടുമില്ല. അങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? അവരിലെ ഒരാളായിരുന്നു ഇത്രയും കാലം അദ്ദേഹം. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തെ. ആ ആൾക്കാരാണ് അദ്ദേഹത്തിന് അൽ അമീൻ എന്നുള്ള പേരിട്ടത്. എന്താണ് കാരണം? വിശ്വസ്തനായിരുന്നു, എല്ലാ കാര്യത്തിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ അവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. എന്തൊരു തർക്കമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഒരു തീരുമാനത്തിന് വേണ്ടി പോവുക. അദ്ദേഹം കളവ് പറയില്ലെന്ന് അവർക്കറിയാം. അദ്ദേഹം തെറ്റായിട്ടൊന്നും ചെയ്യൂല, പറയൂല എന്ന് അവർക്കറിയാം. അപ്പോൾ അവരിലെ ഒരാളായിട്ട്, അവരുടെ സുഹൃത്തായിട്ട് ഇത്രയും കാലം ജീവിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാലോ. അദ്ദേഹം വഴിപിഴച്ചിട്ടില്ല. നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന, നിങ്ങളുടെ ഇടയിൽ ജനിച്ചു വളർന്ന് ഇത്രയും കാലം 40 വയസ്സ് വരെ നിങ്ങൾ എതിർക്കാത്ത ആ നിങ്ങളുടെ സുഹൃത്ത്, ആ സുഹൃത്ത് വഴിപിഴച്ചിട്ടില്ല. നിങ്ങളുടെ ആ സുഹൃത്തിന് തെറ്റുപറ്റിയിട്ടുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവും നിങ്ങൾക്ക് വ്യക്തമാണ്. ആ ഒരു നക്ഷത്രം അസ്തമിക്കുമ്പോൾ സൂര്യപ്രകാശം വരിക എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും നിങ്ങൾക്ക് വളരെയധികം വ്യക്തമാണ്. യാതൊരു തരത്തിലും ഒരു ആശയക്കുഴപ്പമില്ലാത്ത, യാതൊരു തരത്തിലും തെറ്റിദ്ധാരണയില്ലാത്ത വ്യക്തമായൊരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാം. വമാ യന്തിഖു അനിൽ ഹവാ, നിങ്ങളിനി മനസ്സിലാക്കണം, അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും കാര്യങ്ങൾ ദീനിൻ്റെ മാർഗത്തിൽ നിങ്ങളോട് പറയൂല. ഒരു മതമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അദ്ദേഹത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് പറയുന്നതല്ല. അത് വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇൻ ഹുവ ഇല്ല വഹയുൻ യൂഹ. ഇവിടെ ഇൻ ഹുവ അതല്ല എന്ന് പറഞ്ഞല്ലോ. അവിടെ ഹുവ അത് എന്നുള്ളത് അത് ഒന്നുകിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെ ആവാം. അദ്ദേഹത്തിൻ്റെ സംസാരം അത് അള്ളാഹു നൽകിയ ആ വഹയല്ലാതെ മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സംസാരം. അല്ലെങ്കിൽ ഖുർആൻ എന്നുള്ള രൂപത്തിലാവാം. ഖുർആൻ അദ്ദേഹം പാരായണം ചെയ്യുന്നു. ആ ഖുർആൻ അള്ളാഹു ഇറക്കിക്കൊടുത്ത വഹയല്ലാതെ മറ്റൊന്നുമല്ല. ഈ രണ്ട് രൂപത്തിലുമാവാം. അപ്പോൾ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹ, അദ്ദേഹം സംസാരിക്കുന്നത് അള്ളാഹു നൽകിയ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ദീനീ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം എന്നുള്ളത് പല രൂപത്തിലുണ്ട്. ഒന്ന്, ഖുർആൻ അവതരിപ്പിക്കുന്ന സമയത്ത്, ഖുർആൻ അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുക്കുന്ന സമയത്ത് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എങ്ങനെയാണോ അത് പറഞ്ഞു കൊടുത്തത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അത് അതുപോലെയാണ് പറഞ്ഞു കൊടുക്കുക ആളുകൾക്കും. അതിലൊരു വ്യത്യാസവും ഇല്ല. എന്നാൽ അതിൻ്റെ വിശദീകരണവും മറ്റും അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ വഹി എന്ന് പറഞ്ഞാൽ വെറും ഖുർആനുള്ള കാര്യങ്ങൾ മാത്രമല്ല, അല്ലാതെയും പല കാര്യങ്ങളും വഹി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളുടെയും വിശദീകരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ അത് പല രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാം. അപ്പോൾ അത് മൊത്തത്തിൽ അവതരിച്ചതാവണമെന്നില്ല. അപ്പോൾ അതൊരു വിശദീകരണമാണ്. എന്നാലും അതിൻ്റെ ആകത്തുക അള്ളാഹു ഇറക്കി കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഖുർആൻ എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അതേപടി ഒരു വ്യത്യാസവും ഇല്ലാതെ. എന്നാൽ അതിൻ്റെ വിശദീകരണം പറയുന്ന സമയത്ത് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അതിനകത്ത് വരും. എന്നാൽ ഇതൊന്നുമല്ലാതെ ആ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ മറ്റ് പല കാര്യങ്ങളിലും മാനുഷികമായ രൂപത്തിൽ ചിന്തിച്ച് ദീനിൻ്റെ കാര്യത്തിലല്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് പല സന്ദർഭങ്ങളിലും സ്വഹാബിമാർ തിരുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം അത്തരം വിഷയങ്ങളിലൊക്കെ അതൊരു സാധാരണ ആളുകൾ പറയുന്ന പോലെയാണ്. കാരണം അത് അള്ളാഹു വഹീൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത നിർദ്ദേശപ്രകാരമല്ല. ഉദാഹരണത്തിന് ഈത്തപ്പനക്ക് കൂടുതൽ ഈത്തപ്പഴം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അവിടെ സ്വഹാബിമാർ തിരുത്തിയത്, ഇത് അള്ളാഹുവിൻ്റെ വഹി അടിസ്ഥാനത്തിലാണോ താങ്കൾ പറയുന്നത്? അല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നല്ല മാർഗം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശരിക്കുള്ള അവർ കൃഷിക്കാരായതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, നിങ്ങൾക്കാണ് എന്നേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ അറിവുണ്ടാവുക എന്ന് പറഞ്ഞു. അതേപോലെ ഒരിക്കൽ ഒരു യുദ്ധ സമയത്ത് അവർ താവളം ഒരുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് താവളം ഒരുക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥലത്ത് താവളം ഒരുക്കി. അപ്പോൾ സഹാബികൾ ഒന്ന് ചോദിക്കുന്നുണ്ട്,
ഇത് അള്ളാഹു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ താങ്കൾ ഇവിടെ താവളം ഒരുക്കാൻ തീരുമാനിച്ചത്? അല്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നല്ല സ്ഥലം കുറച്ച് അപ്പുറത്താണ്, കാരണം ഇന്ന കാരണങ്ങൾ കൊണ്ട് അവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ, എന്നാൽ ശരി, അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറഞ്ഞതല്ലാത്ത മറ്റുള്ള കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായങ്ങൾ പറയാം. അതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും, അതിൽ ഇപ്പോൾ തെറ്റുപറ്റും. പക്ഷേ അള്ളാഹു ഇറക്കി കൊടുത്ത വഹയ് അതിൽ യാതൊരു മാറ്റത്തിരുത്തലുമില്ല. അത് സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും പറയില്ല. ദീനിൻ്റെ ഒരു കാര്യവും സ്വന്തം ഇഷ്ടപ്രകാരം പറയൂല. ഇനി മറ്റുള്ള കാര്യങ്ങളിൽ പോലും അത് ദീനിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ അള്ളാഹു തിരുത്തി കൊടുക്കുകയും ചെയ്യും. നമുക്ക് സൂറത്തു അബസ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ, അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം ആ സദസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ വരവ് കണ്ട് ഒരൽപ്പം മുഖം ചുളിച്ചത് കൊണ്ട് അള്ളാഹു അതിനെ അവിടെ തിരുത്തി കൊടുത്തു. എന്താണ്, എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടതെന്നുള്ള കാര്യം തിരുത്തി കൊടുത്തു. കാരണം അത് ദീനിനെ ബാധിക്കും പിന്നീട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു ദീനിൻ്റെ കാര്യത്തിൽ ഇറക്കി കൊടുക്കുന്ന കാര്യങ്ങൾ അത് അതേപടി മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയുള്ളൂ. ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ദീനിൻ്റെ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം പറയൂല. അതാണ് പറഞ്ഞത്, വമാ യൻതിഖു അനിൽ ഹവാ, അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അദ്ദേഹത്തിന് ദിവ്യബോധനം നൽകപ്പെട്ട, ദിവ്യ സന്ദേശം ബോധനം നൽകപ്പെട്ടതനുസരിച്ചല്ലാതെ, അതല്ലാതെ ഒരിക്കലും അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല. ഇതാണ് ഈ ആദ്യ 4 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ 4 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വന്നജ്മി, അവിടെ നൂനിൻ്റെ ഷദ് മണിക്കണം. നൂനിനും മീമിനും എവിടെ ഷദ് വന്നാലും പരിശുദ്ധ ഖുർആനിൽ നമ്മളത് മണിച്ചിട്ട് വേണം പറയാൻ. അപ്പോൾ വന്നജ്മി. അതേപോലെ ജീമിന് സുക്കൂന് വന്നു, അവിടെ എടുത്തു പറയണം, വെളിവാക്കി പറയണം, കുറച്ച് ഗൗരവത്തിൽ പറയണം. കാരണം ഖുത്തുബ് ജദ്, ഖാഫ് ത്വാ ബാ ജീമ് ദാല്, ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിന് കുറച്ച് എടുത്തു പറയണം, കുറച്ച് വെളിവാക്കി പറയണം. അപ്പോൾ ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. വന്നജ്മി, വന്നജ്മി, ജ് എന്നുള്ളത് പുറത്തേക്ക് കേൾക്കണം. വന്നജ്മി ഇദാ ഹവ മാ ദല്ല സ്വാഹിബുക്കും വമാ ഹവ വമാ യൻതിഖു, അവിടെ ത്വാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക എന്ന് പറയും. ആ നൂനിനെ വ്യക്തമല്ലാത്ത രൂപത്തിൽ പറയാം. യൻതിഖു അനിൽ ഹവ, അവിടെ ഹവ എന്നുള്ളൊരു നീട്ടൽ കാണാം. അവസാനത്തിൽ ഒരു നീട്ടാനുള്ള ഒരു അടയാളം കണ്ടില്ലേ, ആ മുകൾ ഭാഗത്തൊരു വര. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ നീട്ടണമെന്ന് പറയുന്നത്? അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ആ വര ശ്രദ്ധിക്കണ്ട, അവിടെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിൽ ഹവ എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. അതേസമയം അടുത്ത ആയത്തിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം ഏതാണ്? ഇൻ ഹുവ, അവിടെ ഹംസയാണ്, ഇ എന്നുള്ള ഹംസയാണ്. അപ്പോൾ നമുക്ക് പറയാം, മദ്ദിന് ശേഷം ഹംസ വന്നു വ്യത്യസ്ത പദങ്ങളിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അപ്പോൾ അവിടെ വേണമെങ്കിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാം, അവിടെ ചേർത്തി ഓതുന്ന ആളുകൾക്ക് മാത്രം. അത് കാണിക്കാനാണ് ആ ഒരു നീണ്ട ഒരു വര അതിൻ്റെ മുകളിൽ കൊടുത്തത്. ഇൻ ഹുവ എന്ന് പറയുമ്പോൾ ഹാൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ഇൽഹാർ ചെയ്യണം, അല്ലെങ്കിൽ വെളിവാക്കി പറയണം. 6 അക്ഷരങ്ങളുടെ മുമ്പിൽ സുക്കൂനിലെ നൂനോ തെൻവീനോ വന്നാൽ ഇൽഹാർ ചെയ്യണം എന്നാണ് നിയമം. ഏതൊക്കെയാണ് ഈ 6 അക്ഷരങ്ങൾ? ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഹ. ഈ 6 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിൻ്റെ മുമ്പിൽ സുക്കൂന് വന്നാലും അല്ലെങ്കിൽ തെൻവീന് വന്നാലും അവിടെ അതിനെ എൻ എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം. അപ്പോൾ ഇവിടെ ഇൻ ഹുവ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ, വഹ്യുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ്, ശേഷം യാ ആണ്. യാഇൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ, യാഇൻ്റെ മാത്രമല്ല 4 അക്ഷരങ്ങളുണ്ട്, നൗമി എന്ന് ഓർത്താൽ മതി. നൂന്, വാവ്, മീമ്, യാ. ഈ 4 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിൻ്റെ മുമ്പിൽ തെൻവീന് വന്നാലും സുക്കൂനുള്ള നൂന് വന്നാലും ആ തെൻവീനിനെ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിനെ ഈ അക്ഷരത്തിലേക്ക്, അതായത് യാ അല്ലെങ്കിൽ നൂന്, മീമ്, വാവ്, ഈ അക്ഷരങ്ങളിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം, രണ്ടും വേണം. അപ്പോൾ ഇവിടെ വഹ്യുൻ യൂഹ, വഹ്യുൻ യൂഹ എന്ന രൂപത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. നമുക്ക് ഈ 4 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വന്നജ്മി എന്നുള്ളിടത്ത് വാവ് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാണ്, ഖസമിൻ്റെ വാവ് എന്നാണ് അതിന് പറയുക. കാരണം ആ നജ്മ് എന്നുള്ള പദത്തിന് ജെറ് കിട്ടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ജെറ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ കസ്ർ കൊണ്ടാണ് സൂചിപ്പിക്കുക, എപ്പോഴും അങ്ങനെയല്ല. ഇവിടെ കസ്ർ കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക്
തുടക്കത്തിൽ വാവും അതിനുശേഷം വരുന്ന ഇസ്മിന് ജെറും കിട്ടിയതുകൊണ്ട് കെസർ കിട്ടിയതുകൊണ്ട് ആ വാവ് ഖസമിൻ്റെ വാവാണെന്ന് പറയാം. വൻ നജ്മി ഇദാ ഹവ മാ ദല്ല. ദല്ല എന്നുള്ള മാലിയായ പദത്തിൻ്റെ മുമ്പിൽ മാ വരുമ്പോൾ മാ ദല്ല എന്ന് പറഞ്ഞാൽ വഴി പിഴച്ചു എന്നാണ്. മാ എന്ന് ചേർക്കുമ്പോൾ വഴി പിഴച്ചിട്ടില്ല എന്ന രൂപത്തിൽ ഇല്ല എന്നുള്ള അർത്ഥം കിട്ടും ആ മാ വരുമ്പോൾ. പിന്നെ സ്വാഹിബ് അവിടെ എന്താണ്? സ്വാഹിബ് എന്നുള്ളത് കർത്താവാണ്, അല്ലെങ്കിൽ ഫായിലാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റാണ്. മാ ദല്ല വഴി പിഴച്ചിട്ടില്ല. ആര്? സ്വാഹിബ്. അത് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഫായിലാണ്, അല്ലെങ്കിൽ കർത്താവാണ്. ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. റഫ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ലമ്മ് കൊണ്ടോ ലമ്മ് തൻവീൻ കൊണ്ടോ ആണ് സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ഇവിടെ സ്വാഹിബു എന്ന അവസാനത്തിൽ ലമ്മിട്ട് എഴുതിയത്. മാ ദല്ല സ്വാഹിബുക്കും വമാ ഗവ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. ഇത്രയും കാര്യങ്ങളാണ് ഈ 4 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.